Hello all, myself Jitin. Let's start module 1. Okay, നമ്മൾ module 1 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ. സോ പ്രീവിയസ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ് ആൻഡ് നമ്മൾ കവർ ചെയ്യുന്ന സിലബസ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. ഓക്കെ, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു സോഫ്റ്റ് കമ്പ്യൂട്ടിങ്. ഓക്കെ, ഓൾറെഡി ഞാൻ സോഫ്റ്റ് കമ്പ്യൂട്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ പറ്റാത്ത കോംപ്ലക്സ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദി ഐഡിയ ഓഫ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ 1981 ബൈ ലോഫ്റ്റി എ സാഡർ. ഓക്കെ, ഇയാളാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഐഡിയ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, so the role model for soft computing is human mind. That means human mind ആണ് ഇതിൻ്റെ ബേസ് എന്ന് പറയാനുള്ള റീസൺ. ദി ആൻസർ, അതായത് ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ഈസ് ലൈക്ക് ഹ്യൂമൻ തിങ്കിങ്. ഓക്കെ, അതായത് ഇപ്പോൾ നമുക്കൊരു സാധാരണഗതിയിൽ നമുക്കൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? നമ്മുടെ മൈൻഡ് അനുസരിച്ച്, നമ്മുടെ ചിന്ത അനുസരിച്ച്, നമ്മുടെ ലോജിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ദി സെയിം പാറ്റേൺ ആണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. വെരി കോംപ്ലക്സ്, അതായത് ഒരു മാത്തമാറ്റിക്കൽ മോഡൽ വെച്ചോ അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ വെച്ചോ ആ പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ പറ്റാത്ത കേസ് വരുന്ന സമയത്ത് നമുക്കതിനൊരു സൊല്യൂഷൻ വേണം, റൈറ്റ്? ഓക്കെ, അങ്ങനത്തെ കേസിൽ നമ്മളാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഹ്യൂമൻ തിങ്കിങ് ആണ്. അതായത് നമ്മുടെ ഒരു മനുഷ്യൻ എങ്ങനെയാണോ ഒരു പ്രോബ്ലത്തിനെ കാണുന്നത് അതേമാതിരി ഒരു സൊല്യൂഷൻ കിട്ടണം. അതിനാണ് നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് is a term used in computer science to refer to problems whose solutions are unpredictable, uncertain and between the 0 and 1. That means സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ഇല്ല, അതിനൊരു പ്രത്യേകിച്ചൊരു സൊല്യൂഷൻ ഒരു മാത്തമാറ്റിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ അതൊരു പ്രഡിക്റ്റബിൾ അല്ല, അല്ലെങ്കിൽ അൺസേർട്ടൻ. എന്താ അൺസേർട്ടൻ എന്ന് പറഞ്ഞാൽ വെച്ചാൽ ഒരു സെർട്ടനിറ്റി ഇല്ല, അതായത് ഒന്നൊരു ക്ലിയർ ഇല്ല, അത് ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ആണ്, ഇത്ര പെർസെൻറ്റേജ് അല്ല, അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് അത് ശരിയാണ്, അല്ലെങ്കിൽ ഇത്ര കുറേശ്ശൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ ശരിയാണ്, ഫുള്ളായിട്ട് ശരിയല്ല. ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ സൊല്യൂഷൻസാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് 0, 1 എന്ന് പറഞ്ഞാൽ ഫോൾസ് ആൻഡ് ട്രൂ അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള ആൻസേഴ്സ് ആയിരിക്കും ഇങ്ങനത്തെ പ്രോബ്ലംസിൻ്റെ ആൻസർ വരിക. 0 and 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0 ആണെങ്കിൽ ഫോൾസ് അല്ലേ? അപ്പോൾ ഇതിനൊരു ആൻസർ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ഒരു കാര്യം പറഞ്ഞു വിചാരിച്ചു, അപ്പോൾ അത് ഫോൾസ് ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് പൂർണ്ണമായും എന്താണ്? തെറ്റല്ല. ഓക്കെ, അല്ലെങ്കിൽ പൂർണ്ണമായും തെറ്റാണ്, അല്ലെങ്കിൽ കുറച്ചൊക്കെ തെറ്റാണ്. ഓക്കെ, ദാറ്റ് മീൻസ് അതാണ് സൊല്യൂഷൻ വിൽ ബി എന്താണ്? ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും എന്നുള്ളതല്ല, അതിൻ്റെ ഇടയ്ക്ക്. അല്ലെങ്കിൽ 0.1 ആയിരിക്കാം, 0.3 ആയിരിക്കാം, 0.4 വാല്യൂസ് ആണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞത് അതെന്തായിരിക്കും? 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കായിരിക്കും അതിൻ്റെ റിസൾട്ട്. ഓക്കെ, അതായത് പാർഷ്യലി ട്രൂ ഓർ പാർഷ്യലി ഫോൾസ്. ഓക്കെ, സോ നെക്സ്റ്റ് ഇതാണ് ഇതിൻ്റെ മെയിൻ. ഇപ്പോൾ സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ അൺപ്രഡിക്റ്റബിൾ അല്ലെങ്കിൽ അൺസർട്ടൈൻ ആണ് റിസൾട്ട് ഉണ്ടാവുക. ദാറ്റ് മീൻസ് അങ്ങനത്തെ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാൻ കഴിയാത്ത കോംപ്ലക്സ് പ്രോബ്ലത്തിന് നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. ദ റിസൾട്ട് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1. ദാറ്റ് മീൻസ് ഇറ്റ് വിൽ ബി 0.5 അല്ലെങ്കിൽ 0.1, അതായത് പാർഷ്യലി ട്രൂ ഓർ അല്ലെങ്കിൽ പാർഷ്യലി ഫോൾസ് ആയിരിക്കും അതിൻ്റെ ആൻസർ. ഓക്കെ, so that is designed to model solution to real world problems which are not modeled or too difficult to model mathematically നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസോ അല്ലെങ്കിൽ ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള അതിൻ്റെ സൊല്യൂഷൻ ഇല്ലാത്ത പ്രോബ്ലംസിനോ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത മോഡലാണ് നമ്മുടെ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. ക്ലിയർ? ഓക്കെ, സോ നെക്സ്റ്റ് എന്ന് പറയുന്നത്
പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്. മെയിൻലി പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ്, ഇപ്പോൾ ഇതന്നെയാണ് ഇൻട്രൊഡക്ഷനാണ് ജസ്റ്റ് പറയുന്നത്. പ്രോബ്ലം സോൾവിങ് ടെക്നിക്സ് രണ്ട് രീതിയിലാണുള്ളത്. ഓക്കെ, വൺ ഈസ് ഹാർഡ് കമ്പ്യൂട്ടിങ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്. ക്ലിയർ? സോ ഫസ്റ്റ് ഈസ് ഹാർഡ് കമ്പ്യൂട്ടിങ്. ഹാർഡ് കമ്പ്യൂട്ടിങ് ഈസ് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ സാധാരണ ഒരു പ്രോബ്ലം എങ്ങനെയാണോ സോൾവ് ചെയ്യുന്നത്, വി ആർ യൂസിങ് സം മോഡൽസ് ഓർ സം ബൈ യൂസിങ് സം മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ മോഡൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രോബ്ലംസ് സൊല്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ ടൈപ്പ് ഓഫ് ടെക്നിക്കിനാണ് നമ്മൾ ഹാർഡ് കമ്പ്യൂട്ടിങ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ സൊല്യൂഷൻ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇനി സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡീൽസ് വിത്ത് അപ്രോക്സിമേറ്റ് മോഡൽസ് ആൻഡ് ഗീവ്സ് എ സൊല്യൂഷൻ ടു കോംപ്ലക്സ് പ്രോബ്ലംസ്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അപ്രോക്സിമേറ്റ് ചെയ്യാണ് ചെയ്യുക. ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ ഓർ എ ഫോൾസ്. ദാറ്റ് മീൻസ് അതായത് അങ്ങനത്തെ കോംപ്ലക്സ് പ്രോബ്ലത്തിന് നമ്മൾ റിസൾട്ട് അപ്രോക്സിമേറ്റ് ചെയ്തിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, പാർഷ്യലി ട്രൂ ഓർ പാർഷ്യലി ഫോൾസ്. സോ ഹിയർ ദി പ്രോബ്ലംസ് ആൻഡ് ടെക്നോളജീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഹാർഡ് കമ്പ്യൂട്ടിംഗ്, പ്രിസൈസ് മോഡൽ. പ്രിസൈസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആൻഡ് പക്ക മോഡലാണ്. അതായത് അതിനൊരു എന്തുണ്ടാവും, സൊല്യൂഷൻ ഉണ്ടായിരിക്കും, സൊല്യൂഷൻ ഉണ്ടായിരിക്കും, അതിനൊരു പക്ക മോഡൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ലോജിക് ഉണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് സിംബോളിക് ലോജിക് റീസണിങ് ആണ്. അതായത് നമ്മൾ കറക്റ്റ് ലോജിക് വെച്ച് നമുക്ക് ആ ഇക്വേഷൻ അല്ലെങ്കിൽ ആ ഒരു മോഡൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് പക്കയായിട്ട് കിട്ടും. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ട്രഡീഷണൽ മാത്തമാറ്റിക്കൽ മോഡലിംഗ് ആൻഡ് സെർച്ച്. സാധാരണ യൂസ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് അപ്രോക്സിമേറ്റ് മോഡലാണ്. അതായത് റിസൾട്ട് അപ്രോക്സിമേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് പാർഷ്യലി ട്രൂ ഓർ പാർഷ്യലി ഫോൾസ്. ദാറ്റ് മീൻസ് അപ്രോക്സിമേറ്റ് റീസണിങ് ഞാൻ അതേ പറഞ്ഞ മാതിരി നമ്മളൊരു റിസൾട്ടിനെ അപ്രോക്സിമേറ്റ് ചെയ്യും. അപ്രോക്സിമേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, നമ്മൾ സാധാരണ അപ്രോക്സിമേറ്റ്ലി എത്രയാണെന്ന് അറിയാം, അപ്രോക്സിമേറ്റ്ലി ഒരു ഇത്ര അല്ലേ. അപ്രോക്സിമേറ്റ്ലി എന്ന് പറഞ്ഞാൽ മീനിങ് തന്നെ അത് തന്നെയാണ്. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി ട്രൂ അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് ചെയ്യുക എന്ന് പറയുന്ന മീനിങ് തന്നെ അതിനൊരു സൊല്യൂഷനിലേക്ക് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് എത്തിക്കുക. ഓക്കെ, അതിന് ഫങ്ഷണൽ അപ്രോക്സിമേഷൻ ആൻഡ് റാൻഡമൈസ്ഡ് സെർച്ചൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ അപ്രോക്സിമേഷൻ എന്ന ടെക്നിക്സ് റാൻഡമൈസ്ഡ് സെർച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ടിപ്പിക്കലി അപ്രോക്സിമേഷൻ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ. ഹാർഡ് കമ്പ്യൂട്ടിംഗ് ഈസ് ടിപ്പിക്കലി എന്താണ്, അതൊരു കറക്റ്റ് പ്രിസൈസ് മോഡലാണ്. അതായത് ക്ലിയർ ആയിട്ടൊരു സൊല്യൂഷൻ മോഡൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും. ഇതിൽ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൽ നമ്മൾ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ റാൻഡമൈസ്ഡ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിനൊരു റിസൾട്ട് അപ്രോക്സിമേറ്റ് ചെയ്യും. അതാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്. ആൻഡ് ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമൻ തിങ്കിങ്ങിന് ആയിട്ടുള്ള രീതിയിലുള്ള റിസൾട്ടാക്കുക. ഓക്കെ, സോ അതിൻ്റെ കമ്പാരിസണാണ് ഹാർഡ് കമ്പ്യൂട്ടിങ്ങിന് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിന്. ഫസ്റ്റ് ഫൈൻഡ് വർക്ക്സ് വെൽ ഫോർ സിമ്പിൾ പ്രോബ്ലംസ്. നമുക്കറിയാം വർക്ക്സ് വെൽ ഫോർ സിമ്പിൾ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഹാർഡ് കമ്പ്യൂട്ടിംഗ് യൂസ് ചെയ്യാറ്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആണെങ്കിൽ വെൽ സ്യൂട്ടഡ് ഫോർ റിയൽ വേൾഡ് പ്രോബ്ലംസ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഹ്യൂമൻ തിങ്കിങ് ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇത്ര ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്ത് കൊള്ളുമോ, ചിലപ്പോൾ കൊള്ളാം, ഇത്ര ആൾക്കാരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ ഒരു അപ്രോക്സിമേഷനാണ്. ഇപ്പോൾ 1000 ഇത്ര സ്ക്വയർ ഫീറ്റിലുള്ള ഒരു റൂമുണ്ട്, ഇവർ ഇത്ര ആൾ അക്കോമഡേറ്റ് ചെയ്യാൻ നിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഒരു പ്രോബ്ലംസ്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യാം. കഴിഞ്ഞ ദിവസം പറഞ്ഞ മാതിരി റോബോട്ടിക്സിൽ അയാൾ എപ്പോഴൊക്കെ കരയും, ദാറ്റ് മീൻസ് എപ്പോഴാണ് റോബോട്ടിന് സങ്കടം വരിക, എപ്പോഴാണ് റോബോട്ട് ലെഫ്റ്റിക്ക് തിരിയുക, എപ്പോഴാണ് റൈറ്റിക്ക് തിരിയുക, എപ്പോഴാണ് അതിൻ്റെ സാധാരണ ഹ്യൂമൻ കൈൻഡ് ഇമാജിനേഷൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡ് തിങ്കിങ് എങ്ങനെയൊക്കെയാണ് വരിക, ഇതൊക്കെ ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ സോഫ്റ്റ് കമ്പ്യൂട്ടിങ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഇസ് റിക്വയർസ് പ്രിസൈസ്ലി സ്റ്റേറ്റ് അനലിറ്റിക് മോഡൽ. ഇതൊരു കറക്റ്റായിട്ടൊരു അനലിറ്റിക് മോഡൽ ഉണ്ടായിരിക്കും. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടോളറൻറ്റ് ഓഫ് ഇംപ്രസിഷൻ, അൺസർട്ടനിറ്റി, പാർഷ്യൽ ട്രൂത്ത് ആൻഡ് അപ്രോക്സിമേഷൻ. ഞാൻ പറഞ്ഞു ഈ മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. മാത്തമാറ്റിക്കൽ മോഡലില്ല. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇംപ്രസിഷൻ, അൺസർട്ടനിറ്റി, പാർഷ്യൽ ട്രൂത്ത് അല്ലെങ്കിൽ അപ്രോക്സിമേഷൻ. പാർഷ്യൽ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇംപ്രസിഷൻ എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലിയർ ആയിരിക്കില്ല, അപ്രോക്സിമേറ്റ്ലി ക്ലിയർ ആയിരിക്കും, പാർഷ്യലി ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ പാർഷ്യലി ഫോൾസ് ആയിരിക്കും. ഇങ്ങനത്തെ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. റിക്വയർസ് ഫുൾ ട്രൂത്ത്. അവർക്കെന്തോ ഫുൾ ട്രൂത്ത് വേണം, പക്ഷേ നമുക്കെന്ത് പാർഷ്യൽ ട്രൂത്ത് കിട്ടിയാൽ മതി ഇതിൻ്റെ റിസൾട്ടിന്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് പ്രിസൈസ് ആൻഡ് അക്യുറേറ്റ്. ആൻഡ് ഹാർഡ് കമ്പ്യൂട്ടിംഗ് ദ റിസൾട്ട് വുഡ് ബി
പ്രിസൈസ് ആൻഡ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി അക്യുറേറ്റ്. അതായത് പക്കയായിരിക്കും റിസൾട്ട്. സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിന് എന്താണ്, ഇംപ്രസൈസ് ആണ്, നോട്ട് ക്ലിയർ. ഇംപ്രസൈസ് മീൻ നോട്ട് ക്ലിയർ, പക്കയായിരിക്കില്ല. ദാറ്റ് മീൻസ് പാർഷ്യലി ട്രൂ, പാർഷ്യലി ഫോൾസ്, ഇങ്ങനത്തെ റിസൾട്ടായിരിക്കും സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ വരിക. ആൻഡ് യൂസസ് ടു വാല്യൂഡ് ലോജിക്, ദാറ്റ് മീൻസ് 0 and 1, that is true or false. Okay, uses two valued logic, 0 or false, that is true or false. പക്ഷേ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൽ അങ്ങനെയല്ല. റിസൾട്ട് വിൽ ബി ഇൻ ബിറ്റ്വീൻ 0 and 1, മൾട്ടി വാല്യൂഡ് ആയിരിക്കും കേട്ടോ. മൾട്ടി വാല്യൂഡ് ആയിരിക്കും എന്ത്, സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ റിസൾട്ട്. ആൻഡ് നെക്സ്റ്റ്, ഓഫൺ റിക്വയർഡ്സ് എ ലോട്ട് ഓഫ് കമ്പ്യൂട്ടേഷണൽ ടൈം. ഹാർഡ് കമ്പ്യൂട്ടിങ്ങിൽ ടെക്നിക്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടൈം എടുക്കും, എന്ത്, കമ്പ്യൂട്ടേഷൻ ടൈം. ബട്ട് സോഫ്റ്റ് കമ്പ്യൂട്ടിങ് റിക്വയർസ് റീസണബിളി ലെസ് ടൈം, വളരെ കുറച്ച് സമയം മതി എന്ത് ചെയ്യാൻ, ഈ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ടെക്നിക്സ് ചെയ്യാം. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ദി കമ്പാരിസൺ ബിറ്റ്വീൻ ദി ടു പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ്, ഹാർഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡെഫിനിഷൻസ്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഡെഫിനിഷൻസ് ഞാൻ നേരത്തെ ചെറിയൊരു ഡെഫിനിഷൻ പറഞ്ഞു, അതേമാതിരി തന്നെ ഇതൊരു 3 രീതിയിലുള്ള ഡെഫിനിഷൻസ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ 3 ഡെഫിനിഷൻ പഠിച്ചു വയ്ക്കാം കേട്ടോ. And the first one, sometimes it referred to as cognitive computing. That means the soft computing is an emerging approach to computing which parallel the remarkable ability of the human mind to reason and learn in an environment of uncertainty and imprecision. That means ഈ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്ന എമർജിങ് ടെക്നോളജി അല്ലെങ്കിൽ എമർജിങ് അപ്രോച്ച് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഹ്യൂമൻ, അതായത് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത പ്രോബ്ലംസിനെ ഹ്യൂമൻ കൈൻഡ് ലെവലിൽ അല്ലെങ്കിൽ ഹ്യൂമൻ കൈൻഡ് റിസൾട്ടിലേക്ക്, ഹ്യൂമൻ കൈൻഡ് എങ്ങനെയാണോ സൊല്യൂഷൻ എത്തിക്കുന്നത്, നമ്മളെങ്ങനെയാണോ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ എത്തിക്കുന്നത്, അതേമാതിരിയുള്ള റിസൾട്ട് കൊണ്ടുവരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എമർജിങ് അപ്രോച്ചാണ് എന്ത്, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ ഈസ്, അടുത്തെന്ന് പറഞ്ഞാൽ ഒക്കെ സെയിം തന്നെയാണ്, മെത്തേഡ്സ് ഒരു ചെറിയ ചെറിയ പല രീതിയിൽ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആസ് എൻ അറ്റംപ്റ്റ് ടു മിമിക് നാച്ചുറൽ ക്രിയേച്ചേഴ്സ്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആസ് എൻ അറ്റംപ്റ്റ് ടു മിമിക്, അതായത് നാച്ചുറൽ ക്രിയേച്ചേഴ്സ് ലൈക്ക് ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ പ്ലാന്റ്സ്, ആനിമൽസ്, ഇങ്ങനെ പല പ്രോബ്ലംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള റിസൾട്ട് മിമിക് എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാലോ, എന്ത് ചെയ്യുക, നമ്മൾ അതേമാതിരത്തെ സാധനം അവരെങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേമാതിരി, അല്ലെങ്കിൽ അതേമാതിരത്തെ റിസൾട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, അവർ എങ്ങനെയാണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് അതേ മെത്തേഡിൽ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, അതാണ് സംഭവം. പ്ലാന്റ്സ്, ആനിമൽസ്, ഹ്യൂമൻ ബീങ്സ് വിച്ച് ആർ സോഫ്റ്റ്, ഫ്ലെക്സിബിൾ, അഡാപ്റ്റീവ് ആൻഡ് ക്ലെവർ. അഡാപ്റ്റീവ്, അത് ശ്രദ്ധിക്കണം, അഡാപ്റ്റീവ്, ഓരോ പ്രീവിയസ് സ്റ്റേജ് നോക്കി അഡാപ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് ഏറ്റവും ക്ലെവർ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കില്ലേ നമ്മൾ, അതേമാതിരി തന്നെയുള്ള റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. In this case, soft computing is a name of a family of problem solving methods that have analogy with biological reasoning and problem solving. ബയോളജിക്കൽ റീസണിങ്, നമ്മൾ എങ്ങനെയാണ് ബയോളജിക്കൽ റീസണിങ് എന്ന് ഉദ്ദേശിക്കുന്നത്, ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്നൊരു ബേസിലാണ് ഇപ്പോൾ പറയുന്നവർ. ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെങ്ങനെയാണ് കണ്ണങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതെല്ലാം സ്റ്റിമുലീസ് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. ബേസിക് യൂണിറ്റ് ഓഫ് നമ്മളെന്താ പറയുക, ന്യൂറോൺ ആണ് അല്ലേ. ഏതാണ്, ന്യൂറോൺ. അതായത് സെയിം പാറ്റേൺ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ചെയ്യുന്നത്. ന്യൂറോൺ എന്തൊക്കെ ചെയ്യുന്നു അതന്നെ ഈ ന്യൂറൽ നെറ്റ്വർക്കിൽ അപ്ലൈ ചെയ്തിരിക്കുക. ഇങ്ങനെ ഒരു പുതിയൊരു കൺസെപ്റ്റ് ബയോളജിക്കൽ, നമ്മൾ ന്യൂറോൺസ് അല്ല സാധാരണ നമ്മൾ ന്യൂറോൺസ്, ബേസിക് യൂണിറ്റായ ന്യൂറോൺ, അതേ കൺസെപ്റ്റാണ് ഇവിടെ ന്യൂറൽ നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്തത്. ഇങ്ങനെ ന്യൂറൽ നെറ്റ്വർക്ക് അപ്ലൈ ചെയ്തിട്ടാണ്, ഇതേ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ ഡിസിഷൻസ് നമ്മൾ ഹ്യൂമൻ കൈൻഡ് ഓഫ് ഡിസിഷൻസ്, ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ഡിസിഷൻ എങ്ങനെയാണോ എടുക്കുന്നത് അതേമാതിരി ഇങ്ങനത്തെ കോംപ്ലക്സ് പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് വെച്ചാൽ അതിൽ യൂസ് ചെയ്യുന്നതാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് ഇപ്പോൾ പറഞ്ഞത്, അതാണ് ആ ഡെഫിനിഷനിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത്, സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഈസ് എ ബ്രാഞ്ച് ഇൻ വിച്ച് ഇറ്റ് ഈസ് ട്രൈ ടു ബിൽഡ് ആൻ ഇൻ്റലിജൻറ്റ് ആൻഡ് വൈസർ മെഷീൻസ്. നമുക്കറിയാം ഓൾറെഡി എന്ത് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ഈസ് എ ബ്രാഞ്ച് വിച്ച് ഈസ് യൂസ് ടു ബിൽഡ് ആൻ ഇൻ്റലിജൻറ്റ് ആൻഡ് വൈസർ മെഷീൻ. ഇൻ്റലിജൻറ്റും വൈസർ മെഷീൻസ് ഞാൻ നേരത്തെ പറഞ്ഞ റോബോട്ട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ അങ്ങനത്തെ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇങ്ങനത്തെ മെഷീൻസിനെ ലേൺ ചെയ്യിച്ചിട്ട്
ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, മെയിനായിട്ട് റോബോട്ടിക്സാണ് നമ്മൾ പറയുന്നത്. അതേമാതിരി ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എന്താ പറയുക, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗെയിം കളിക്കും, നിങ്ങൾ പബ്ജി കളിക്കില്ലേ, ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നു, നിങ്ങളുടെ ടാർജറ്റ് വെടിവെക്കുന്നത്, ലൊക്കേഷൻ മൂവ് ചെയ്യുന്നത്, ഓക്കെ, ഇതിൻ്റെതാണ് ടാർജറ്റിലോട്ട് വഴി. ഇതൊക്കെ സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് ആണ് യൂസ് ചെയ്തത്. ഇങ്ങനത്തെ ടെക്നിക്സ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക്സ്, ഈ ഒരു സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ്, ഡിഫറെൻറ്റ് സോഫ്റ്റ് കമ്പ്യൂട്ടിംഗ് മെത്തേഡ്സ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അൽഗോരിതംസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവർ. OCR ഉണ്ട്, നമുക്കറിയാം OCR എന്താ, നമ്മുടെ ഈ ടെക്സ്റ്റൊക്കെ ക്യാപ്ചർ ചെയ്യുന്ന സാധനമല്ലേ. അപ്പോൾ ഇന്ന ടെക്സ്റ്റ്, അതായത് ടെക്സ്റ്റ് എടുത്തിട്ട് ഏത് ഇമേജിൽ നിന്ന് ടെക്സ്റ്റ് ക്യാപ്ചർ ചെയ്യും, എന്നിട്ടത് വേർഡാക്കിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലെറ്റർ ആക്കിയിട്ട് തരും, അല്ലെങ്കിൽ ഓരോ ടെക്സ്റ്റ് ആക്കിയിട്ട് തരും. അപ്പോൾ അതിനൊക്കെ യൂസ് ചെയ്യേണ്ട ഈ സാധനം ചില സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, നമ്മൾ സാധാരണ അൽഗോരിതത്തിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഈ അൽഗോരിതംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഓരോ ടെസ്റ്റ് കേസ് ഉണ്ടാവും, ഓരോ ടെസ്റ്റ് വന്ന് ഓരോ സിമ്പിൾസ് വന്ന് എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ ഈ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അൽഗോരിതത്തിൽ. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങനെ ചെയ്യാമെന്ന്, ഓരോ ടെക്നിക്സും. ഓക്കെ, ഇതാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്. ഇനി ഈ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൽ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ആൻഡ് വാട്ട് ആർ ഗോൾസ് ഓഫ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്. സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ഗോൾസ് എന്താ, ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്ത് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ടു ഡെവലപ്പ് ഇൻ്റലിജൻറ്റ് മെഷീൻസ് ടു പ്രൊവൈഡ് സൊല്യൂഷൻ ടു റിയൽ വേൾഡ് പ്രോബ്ലംസ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡെവലപ്പ് ഇൻ്റലിജൻറ്റ് മെഷീൻസ് ടു പ്രൊവൈഡ് സൊല്യൂഷൻ ടു റിയൽ വേൾഡ് പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഇൻ്റലിജൻറ്റ് മെഷീൻസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത കോംപ്ലക്സ് പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഇസ് എക്സ്പ്ലോയിറ്റ് ടു ദി ടോളറൻസ് ഓഫ് approximation, uncertainty, imprecision and partial truth in order to achieve the close resemblance with human-like decision making. ഈ ഡിഫറെൻറ്റ് അപ്രോക്സിമേഷൻ, അതായത് അപ്രോക്സിമേഷൻ, അൺസർട്ടനിറ്റി, ഇംപ്രിസിഷൻ, പാർഷ്യൽ ട്രൂത്ത് എന്നീ പറയുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ഹ്യൂമൻ തിങ്കിങ് അല്ലെങ്കിൽ ഹ്യൂമൻ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ അതേ പ്രാബല്യത്തോടു കൂടിയുള്ള റിസൾട്ട്സ് നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ് കമ്പ്യൂട്ടിങ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് എ ഹ്യൂമൻ തിങ്കിങ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ രണ്ടാമത്തെ ഗോൾ എന്ന്. മൂന്നാമത്തെ ഗോൾ എന്ന് പറയുന്നത് റോബസ്റ്റ്നെസ് ആൻഡ് ലോ സൊല്യൂഷൻ കോസ്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും സമയം കുറഞ്ഞ്, ഏറ്റവും സിമ്പിളായിട്ടെന്നല്ല, ചെയ്യാൻ കോംപ്ലക്സ് ആണ്, ബട്ട് ഏറ്റവും കോസ്റ്റ് കുറവുള്ള രീതിയിൽ സമയം കുറച്ച് പെട്ടെന്ന് ഒരു സൊല്യൂഷൻ, അതാണ് നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിലൂടെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അപ്രോക്സിമേഷൻ, അൺസർട്ടനിറ്റി, ഇംപ്രസിഷൻ, അതിൻ്റെ ഡിഫറൻസ് എന്താ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോ. ഹിയർ അപ്രോക്സിമേഷൻ, ഫസ്റ്റ് അപ്രോക്സിമേഷൻ ആണ് പറയുന്നത്. അവിടെ അപ്രോക്സിമേഷൻ എന്ന് പറഞ്ഞാൽ ഹിയർ ദി മോഡൽ ഫീച്ചേഴ്സ് ആർ സിമിലർ ടു ദി റിയൽ വൺസ് ബട്ട് നോട്ട് ദി സെയിം. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മോഡൽസ് അല്ലെങ്കിൽ റിസൾട്ട്സ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, ആ സൊല്യൂഷൻ ഫീച്ചേഴ്സ് ആർ വെരി സിമിലർ ടു റിയൽ വേൾഡ്. എന്താണ് റിയൽ വൺസ്, ഒറിജിനൽ വേൾഡ് അതേമാതിരി ആയിരിക്കും, പക്ഷേ സെയിം അല്ല. ഓക്കെ, അതാണ് അപ്രോക്സിമേഷൻ. ആൻഡ് അൺസർട്ടനിറ്റി മീൻസ് ഹിയർ വി ആർ നോട്ട് ഷുവർ ദാറ്റ് ദി ഫീച്ചേഴ്സ് ഓഫ് മോഡൽസ് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് ദി എൻറ്റിറ്റി. ജസ്റ്റ് ബിലീഫ് മാത്രമേ ഉള്ളൂ. വി ആർ നോട്ട് ഷുവർ ദാറ്റ് ദി ഫീച്ചേഴ്സ്, അതിൻ്റെ മോഡലിൻ്റെ ഫീച്ചേഴ്സും ഒറിജിനൽ വണ്ണും സെയിം ആയിക്കോണം എന്നില്ല, ജസ്റ്റ് ഒരു ബിലീഫ് മാത്രം. ആൻഡ് ഇംപ്രിസിഷൻ മീൻസ് ഹിയർ ദി മോഡൽ ഫീച്ചേഴ്സ്, ദാറ്റ് ഈസ് ക്വാണ്ടിറ്റീസ്, ആർ നോട്ട് ദി സെയിം ആസ് ദാറ്റ് ഓഫ് ദി റിയൽ വൺസ് ബട്ട് ക്ലോസ് ടു ദം. ദാറ്റ് മീൻസ് ആ മോഡൽ ചെയ്ത ഫീച്ചേഴ്സ്, നമുക്ക് ആവശ്യമുള്ള സൊല്യൂഷൻ മോഡൽ ചെയ്ത ഫീച്ചേഴ്സ് ഈസ് നോട്ട് സെയിം ആസ് ദി ഒറിജിനൽ ബട്ട് ഇറ്റ്സ് വെരി ക്ലോസ്. അതായത് ആ റിസൾട്ടുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഫീച്ചേഴ്സ് ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ഓക്കെ, ഇതാണ് അപ്രോക്സിമേഷൻ, അൺസർട്ടനിറ്റി, ഇംപ്രിസിഷൻ. ഈ മൂന്ന് സാധനമാണ് നമ്മൾ സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ടേംസ്. ഓക്കെ, ഇത് യൂസ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി ഇംപ്രിസിഷൻ, പാർഷ്യൽ ട്രൂത്ത്, ഇതൊക്കെ പറയുന്നതാണ്. അതായത് പക്ക അതിന് റിസൾട്ട് ആയിരിക്കില്ല, ബട്ട് ദ റിസൾട്ട് ഈസ് വെരി ക്ലോസ് ടു ദി ഒറിജിനൽ വൺ. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്? ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ സോൾവ്. അത് നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്താ? അതായത് മാത്തമാറ്റിക്കലി സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും.
ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദി ഹ്യൂമൻ നോളേജ്. ഇത് നമ്മുടെ അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ നോളേജ് അനുസരിച്ചുള്ള റിസൾട്ട്. ഹ്യൂമൻ നോളേജ്, ഹ്യൂമൻ ആണല്ലോ ഏറ്റവും ബ്രില്യൻറ്റ്, ഇങ്ങനെയാണല്ലോ പറയപ്പെടുന്നത്. സോ ആ റെക്കഗ്നീഷൻ, നമ്മുടെ ഹ്യൂമൻ നോളജ് റെക്കഗ്നീഷൻ, അണ്ടർസ്റ്റാൻഡിങ്, ലേണിംഗ് ആൻഡ് അത് സംഭവങ്ങൾ, ഹ്യൂമൻ എന്താ പറയുക, ഇൻ്റലിജൻസ്, അതാണ് മെയിനായിട്ട് ഹ്യൂമൻ ഇൻ്റലിജൻസ്. അത് യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് മാതിരി മെഷീൻസിനെ കൊണ്ട് ചെയ്യിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. ഓക്കെ, ആൻഡ് വൈ വി ആർ തിങ്കിങ് അബൌട്ട് സോഫ്റ്റ് കമ്പ്യൂട്ടിങ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. നമുക്ക് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് നമ്മൾ നമ്മുടെ ഇൻ്റലിജൻസ് വഴി എങ്ങനെ, ഹ്യൂമൻ ഇൻ്റലിജൻസ് ഉള്ള രീതിയിൽ നമ്മളെങ്ങനെയാണ് എന്ത് ചെയ്യുക, റിസൾട്ട് കണ്ടുപിടിക്കുക. സോ ഹ്യൂമൻ എങ്ങനെയൊക്കെ തിങ്ക് ചെയ്യാം, ഹ്യൂമൻ്റെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഈ സ്ലൈഡിൽ നോക്കുക. ടേക്ക് ഡിസിഷൻസ്, നമുക്ക് നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാൻ കഴിയും. ഇൻഫറൻസസ് ഫ്രം പ്രീവിയസ് സിറ്റുവേറ്റഡ് എക്സ്പീരിയൻസ്, നമ്മൾ പ്രീവിയസ് ഇതേ സെയിം സിറ്റുവേഷൻസ് വരുന്ന സമയങ്ങളിൽ എന്ത് ഡിസിഷനാണോ എടുത്തത് നമ്മൾ എന്ത് ചെയ്യും, ചെക്ക് ചെയ്യും. ഓക്കെ, ആൻഡ് എക്സ്പെർട്ടൈസ് ഇൻ ഏരിയ, അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുണ്ടാവും ആ ഏരിയ, സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് നമ്മൾ ചിലപ്പോൾ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജും ഉണ്ടാവും. ദെൻ അഡാപ്റ്റ്, അത് നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മൾ ഓൾറെഡി അഡാപ്റ്റ് ചെയ്യും. പിന്നെ അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്, പ്രോബ്ലം വരുന്ന എൻവയോൺമെൻറ്റിന് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും ഹ്യൂമൻ ഇൻ്റലിജൻസിനുണ്ട്, അല്ലെങ്കിൽ ഹ്യൂമനുള്ള കഴിവുണ്ട് അല്ലേ. ആൻഡ് ലേൺ ടു ദി ഡു ടു ബെറ്റർ, അതായത് ഏറ്റവും നന്നായിട്ട് പഠിക്കാനുള്ളൊരു കഴിവുണ്ട് അല്ലേ. യെസ്. ആൻഡ് ലാസ്റ്റ് വൺ സോഷ്യൽ ബിഹേവിയർ ഓഫ് കളക്റ്റീവ് ഇൻ്റലിജൻസ്, ഇതെല്ലാം കളക്ട് ചെയ്തിട്ടൊരു പക്ക ഒരു സൂപ്പറായിട്ടുള്ളൊരു സാധനം എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു കഴിവും ഹ്യൂമൻ ബ്രെയിനുണ്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്കുണ്ട്. സോ ഇത്രയും കാര്യങ്ങളൊക്കെ പറയാൻ നമ്മൾ ഹ്യൂമൻ സാധാരണഗതിയിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ്, യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക, ഐഡിയ അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ ഈ സെയിം സാധനത്തിന് ഹ്യൂമൻ എങ്ങനെ ചെയ്യും, ഹ്യൂമൻ ക്യാൻ ഡു, അതിനെ നമ്മൾ എന്ത് ചെയ്യും, മെഷീൻസിനെ എങ്ങനെയാണ് ചെയ്യിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു മോഡൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക. സോ അതിനാണ് നെക്സ്റ്റ് പറയുന്നത്. നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, ടേക്ക് ഡിസിഷൻസ് എന്ന് പറഞ്ഞു അല്ലേ. ടേക്ക് ഡിസിഷൻ, ലോജിക് ഡിസൈൻ നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് ട്രൂ ഓർ ഫോൾസ് നമുക്കറിയാമല്ലോ. അതിൽ 0 and 1 മാത്രമേ ഉള്ളൂ, റൈറ്റ്. ഇവിടെ ഫസി ലോജിക്കാണ്. വി ഹാവ് സെറ്റ് ഓഫ് ഡാറ്റാസ് ആൻഡ് വി ഹാവ് അത് ഫസിഫൈ ചെയ്തിട്ട് മാറ്റിയിട്ട് ഇൻഫറൻസ് ചെയ്തിട്ട് നമ്മളതിനെ ദി വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 and 1, അത് 1 0 ആയിക്കോണമെന്നില്ല, പക്ഷെ എന്ത് ചെയ്യും, ടേക്ക് ഡിസിഷൻസ്. അതെന്ന് പറഞ്ഞാൽ പാർഷ്യലി ട്രൂ ഓർ പാർഷ്യലി ഫോൾസ്, അല്ലെങ്കിൽ ഇയാൾ കുറച്ച് ഈ പറഞ്ഞത് കുറച്ച് ശരിയാണ് അല്ലെങ്കിൽ കുറച്ച് തെറ്റാണ്, 10% ശരിയാണ്, 10% തെറ്റാണ്, 80% ശരിയാണ്, 70% തെറ്റ്, ഇങ്ങനെയൊക്കെ പറയാനുള്ള ഒരു സെറ്റപ്പ്. ഓക്കെ, അങ്ങനെയുള്ള നമ്മൾ പറയാം. സാധാ ലോജിക്കിൽ ഒന്നെങ്കിൽ തെറ്റ് അല്ലെങ്കിൽ ശരിയെന്ന് മാത്രമേ ഉള്ളൂ. സോ ഫസി ലോജിക് ടേക്ക് ഡിസിഷൻസ് ആൻഡ് ഇൻഫറൻസസ് ഫ്രം പ്രീവിയസ് സിറ്റുവേഷൻ, അതായത് മുന്നേ ഉള്ള വാല്യൂസ് നോക്കിയിട്ട് ഇതെങ്ങനെയാവും, അല്ലെങ്കിൽ മുന്നേ ഉള്ള സിറ്റുവേഷൻ നോക്കിയിട്ട് ഇതെങ്ങനെയാവും ഹ്യൂമൻ തിങ്ക് ചെയ്യില്ല. അതേമാതിരി ഇവിടെ എന്ത് ചെയ്യും, മുന്നേ ഉള്ള പ്രീവിയസ് റിസൾട്ട് നോക്കിയിട്ട് പുതിയ റിസൾട്ട് എങ്ങനെ വരാം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് എക്സ്പെർട്ടൈസ് ഇൻ ഏരിയ. ആ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിൻ്റെ ഇതിന് മുന്നേ എക്സ്പെർട്ടൈസ് ചെയ്തില്ലേ, ആ ഏരിയയിലുള്ള എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ അപ്പോൾ എന്തായിരുന്നു റിസൾട്ട് കിട്ടിയെന്നത്. And what are the changes from that situation to the new situation, and we are adapting that situation. എങ്ങനെയാണ് പഴയ പ്രോബ്ലത്തിന് പുതിയ പ്രോബ്ലത്തിന് നമ്മളെങ്ങനെ എത്തിക്കുക, അതാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബയോളജിക്കൽ ന്യൂറൽ നെറ്റ്വർക്ക്. നമ്മുടെ ഹ്യൂമൻ തിങ്കിങ്ങിൽ ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പിലുള്ള, നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഞരമ്പ്, നമ്മുടെ പാസ് ചെയ്യുന്ന സ്റ്റിമുലി വഴി നമ്മുടെ തലയിൽ ചോറിലെത്തുമ്പോഴല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ദി ബേസിക് യൂണിറ്റ് ഓഫ് എ നെർവ് ഈസ് ന്യൂറോൺ. ഓക്കെ, ദ ബേസിക് യൂണിറ്റ് ഓഫ് അവർ നെർവ് സിസ്റ്റം, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ന്യൂറോൺസാണ്. ഈ ന്യൂറോൺസിൻ്റെ സെയിം കൺസെപ്റ്റാണ് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സിൽ ഇങ്ങനത്തെ പ്രോബ്ലത്തിന് വേണ്ടി സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്തത്. ക്ലിയർ? സോ ദാറ്റ് ഈസ് ന്യൂറൽ നെറ്റ്വർക്ക്. And the third one is evolutionary algorithms or genetic algorithms. ഈ ജനറ്റിക് അൽഗോരിതം നിങ്ങൾക്ക് അറിയുണ്ടാവും, നമ്മുടെ മ്യൂട്ടേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും +2 ലായിരിക്കും, എപ്പോഴോ +2ലോ എപ്പോഴെങ്കിലും പഠിച്ചോ.
ലേൺ ടു ഡു ബെറ്റർ, ദാറ്റ് മീൻസ് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യുക. സോഷ്യൽ ബിഹേവിയർ ടു കളക്റ്റീവ് ഇൻ്റലിജൻസ്, എല്ലാവരുടെയും കളക്ട് ചെയ്തിട്ട് നല്ലൊരു റിസൾട്ട് കൊടുക്കുക. ജനറ്റിക് അൽഗോരിതംസ്, അതായത് ഇതിൻ്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. പോപ്പുലേഷൻസ് ക്രിയേറ്റ് ചെയ്യും, ഡിഫറെൻറ്റ് ഇൻപുട്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് റിസൾട്ട് കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുക. അതാണ് നമ്മൾ ഈ ജനറ്റിക് അൽഗോരിതം ചെയ്യുക. അതായത് സാധാരണ ജനറ്റിക് അൽഗോരിതം ഡിഫറെൻറ്റ് പോപ്പുലേഷൻ കളക്ട് ചെയ്യും, അതിൽ നിന്ന് എന്ത് ചെയ്യും, പ്രോസസ്സ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എടുത്തിട്ട് എന്ത് ചെയ്യും, കൊടുക്കും. അതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത്. മ്യൂട്ടേഷൻസ്, ക്രോസ് ഓവർ എന്ന് പറയുന്ന ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് സാധനം എടുത്തിട്ട് ഏറ്റവും നല്ലത് നോക്കിയിട്ട് കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? അതായത് എവല്യൂഷണറി അൽഗോരിതം ഇത്ര ചെയ്യുന്നുള്ളൂ. വി ഹാവ് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ്, കുറേ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും ഇതിന്. ഈ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് കളക്റ്റീവ്ലി എടുത്തു കഴിഞ്ഞിട്ട് അതിൽ ഏറ്റവും ബെറ്റർ സൊല്യൂഷൻ ഏതാണെന്ന് പ്രോസസ്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നത് മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ക്രോസ് ഓവർ എന്ന് പറയുന്ന ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം കൊടുക്കും. ഓക്കെ, അത്രയും കാര്യങ്ങൾ കൊടുക്കാം. നെക്സ്റ്റ് ഇത്രയുള്ള ഈ ടെക്നിക്സാണ് നമ്മളിനി ഇതിൻ്റെ അടിയിലൊക്കെ പഠിക്കാൻ പോകുന്നത്. അതാണ് ബേസിക് ഫസി ലോജിക്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, എവല്യൂഷണറി അൽഗോരിതം. ഓക്കെ, ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് പറഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ഇതിൽ ന്യൂറൽ നെറ്റ്വർക്ക് നമ്മൾ പഠിക്കേണ്ടത്. ഇതാണ് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ന്യൂറൽ നെറ്റ്വർക്ക് വി ഹാവ് ഇൻപുട്ട് ലെയർ, ഔട്ട്പുട്ട് ലെയർ ആൻഡ് ഹിഡൻ ലെയർ. ഈ ഹിഡൻ ലെയറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇവിടെയാണ് പ്രോസസ്സ് ചെയ്യുക. വി ഹാവ് കണക്ഷൻസ് ഫ്രം ഇൻപുട്ട് ലെയർ ടു ഔട്ട്പുട്ട് ലെയർ, ഇൻ ബിറ്റ്വീൻ ദി ഹിഡൻ ലെയേഴ്സ്, എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് ദിസ് ഇസ് വി ആർ യൂസിങ് പ്രോസസ്സിങ് എലമെൻറ്റ്സ്. ഈ പ്രോസസ്സിങ് എലമെൻറ്റ്സിനാണ് നമ്മൾ ന്യൂറോൺസ് എന്ന് പറയും. ന്യൂറോൺസ് വെച്ചിട്ടാണ് ഇവിടെ കളി. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റം മെയ്ഡ് അപ്പ് ഓഫ് നമ്പർ ഓഫ് സിമ്പിൾ highly interconnected processing elements which process an information by the dynamic state response to the external input. Okay, എക്സ്റ്റേണൽ ഔട്ട്പുട്ടിലേക്ക്, അതായത് ഈ ഇൻപുട്ട് ഉണ്ടാവും, ഈ ഡിഫറെൻറ്റ് പ്രോസസ്സിങ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂറോൺസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ഏറ്റവും സൂപ്പറായിട്ടുള്ള റിസൾട്ട് കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് ഒന്നുകൂടി പറഞ്ഞാൽ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ചാപ്റ്ററിൽ വരും. ഓക്കെ, ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ഓക്കെ, ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. ശ്രദ്ധിക്കുക, ഇതാണ് സ്ട്രക്ചർ വരുന്നത്. ഇവിടെ ന്യൂറൽ നെറ്റ്വർക്ക് പ്രോസസ്സിംഗ് ഡിവൈസ്, ഇതൊരു പ്രോസസ്സിംഗ് ഡിവൈസോ അല്ലെങ്കിൽ ഒരു അൽഗോരിതം ആയിരിക്കും. ഈ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു പ്രൊസീജിയർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ആയിരിക്കാം. ഓക്കെ, അതിന് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് നമ്മൾ കൊടുക്കും. അതായത് ഡിഫറെൻറ്റ് ന്യൂറോൺസ് നമ്മൾ കൊടുക്കും, ന്യൂറോൺമാരുള്ള സാധനം കൊടുക്കും. ഓക്കെ, ദി ന്യൂറൽ നെറ്റ്വർക്ക് ഹാവ് ദി എബിലിറ്റി ടു ലേൺ ബൈ എക്സാമ്പിൾ. ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് പഠിപ്പിച്ച് കൊടുക്കും. ഓരോ ടെസ്റ്റ് ഇൻപുട്ടുകൾ, ഈ ടെസ്റ്റ് ഇൻപുട്ട് വരുമ്പോൾ എന്താ ഔട്ട്പുട്ട്, അത് പ്രോസസ്സ് ചെയ്യും, എന്നിട്ട് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കൊടുക്കുക. അതാണ് ചെയ്യുന്നത്. ഓക്കെ, ദി ഗോൾ ഓഫ് ഇറ്റ് ഈസ് ടു സോൾവ് ദി പ്രോബ്ലംസ് ഇൻ ദി സെയിം വേ ദാറ്റ് എ ഹ്യൂമൻ ബ്രെയിൻ വുഡ്. ദി മോസ്റ്റ് ബേസിക് എലമെൻറ്റ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ഇസ് ന്യൂറോൺസ് ആൻഡ് they provide the abilities to remember, think and apply previous experience to our every actions. So neurons, അതാണ് ഈ പ്രോസസ്സിങ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. എന്താണ്, ന്യൂറോൺസ് ആണ്. സിമിലർ നമ്മളെ ബോഡിയിലുള്ള ന്യൂറോൺസിൻ്റെ സെയിം കൺസെപ്റ്റ് ഇവിടെ യൂസ് ചെയ്തത്. ഡിഫറെൻറ്റ് ഇൻപുട്ട്, ടെസ്റ്റ് ഇൻപുട്ട്സ്, ഓരോ ഇൻപുട്ട് വരുമ്പോഴും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ഏതെങ്ങനെയാണ് വരാന്ന് വെച്ചിട്ട് പ്രോസസ്സ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് വരുമ്പോൾ പറയാം. ഓക്കെ, ഇതാണ് ന്യൂറൽ നെറ്റ്വർക്ക്. ഒരു ഇൻപുട്ട് ലെയർ ഉണ്ടാവും, ഒരു ഹിഡൻ ലെയർ ഉണ്ടാവും, ഒരു ഔട്ട്പുട്ട് ലെയർ ഉണ്ടാവും. വി ഹാവ് ഡിഫറെൻറ്റ് കണക്ഷൻസ് ഫ്രം ഇൻപുട്ട് ലെയർ ടു ഹിഡൻ ലെയർ ആൻഡ് ഹിഡൻ ലെയർ ടു ഔട്ട്പുട്ട് ലെയർ. പക്ഷേ ഇവിടെ പ്രോസസ്സ് ചെയ്യുന്നത് ഹിഡൻ ലെയറിൽ വെച്ചിട്ടായിരിക്കും പ്രോസസ്സ് ചെയ്യുക. ഓക്കെ, ഓക്കെ, ഇങ്ങനെയാണ് ന്യൂറൽ നെറ്റ്വർക്ക്സ്. ഇനി വൈ യു യൂസിങ് ഫസി ലോജിക്. ഫസി ലോജിക് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. വി ഹാവ് ദ സൊല്യൂഷൻ വിൽ ബി 0 or 1. ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ് ഫസി ലോജിക്. ഓക്കെ, ദാറ്റ് മീൻസ് പാർഷ്യലി ട്രൂ ഓർ പാർഷ്യലി ഫാൾസ്. വി ആർ യൂസിങ് ഡിഫറെൻറ്റ് ടെക്നിക്സ്. അതിനുവേണ്ടി നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് യൂസ് ചെയ്യും. ഫസി ലോജിക്കിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 0-ൻ്റെയും 1-ൻ്റെയും ഇടയ്ക്കായിരിക്കും. ഓക്കെ, സോ നമ്മൾ അതിന് ഡിഫറെൻറ്റ് സാധനങ്ങൾ ഇപ്പോൾ ടെക്നിക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് ഇങ്ങനെ വരിക. സർട്ടൺലി യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി. Certainly yes, possibly yes, cannot say, possibly no, certainly no, ഒന്നിനൊരു ഉറപ്പില്ല. ഓക്കെ, അങ്ങനത്തെ റിസൾട്ട്സ് ആയിരിക്കും ഫസി ലോജിക്കിന് വരാം. ഇങ്ങനത്തെയാണ് നമ്മൾ ഫസി ലോജിക് എന്ന് പറയുന്നത്. ഈ ഫസി ടെക്നിക്സ് എന്താണെന്ന് നമ്മൾ ഓരോ ചാപ്റ്ററിലും നമ്മൾ നെക്സ്റ്റ് പഠിക്കും. ഓക്കെ, ഈ ഫസി ലോജിക്കിൻ്റെ ആർക്കിടെക്ചർ ഇങ്ങനെ വരുന്നത്.
നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്പ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഇൻപുട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒറിജിനൽ ഇൻപുട്ട്സ് വി ഹാവ് ഡിഫറെൻറ്റ് ക്രിസ്പ് ഇൻപുട്ട്സ്. അതിന് ഫസിഫയർ എന്ത് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്യും. ഫസി ഇൻപുട്ട് സെറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ആർക്കിടെക്ചർ മാത്രം നോക്കിയാൽ മതി. ഫസിഫയർ എന്ത് ചെയ്യും, ഈ ഒറിജിനൽ ഡാറ്റേനെ ഫസി സെറ്റാക്കിയിട്ട് മാറ്റും. ഇപ്പോൾ ഒറിജിനൽ സെറ്റ് എന്താ, ഫസി സെറ്റ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഫസി സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ കൺവേർട്ട് ചെയ്ത ഫസി സെറ്റ് യൂസ് ചെയ്തിട്ട് ഇതെങ്ങനെ ചെയ്യുക, സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്തിൽ, ഫസി ലോജിക്കിൽ. അതാണ് ഫസി ലോജിക്. ഈ ഫസി ലോജിക് റൂൾസ് വെച്ചിട്ട് തന്നിരിക്കുന്ന ഇൻപുട്ട് ഇന്നത് കൊടുത്താൽ ഇന്നത് വരുമെന്ന് എന്തിൽ പറഞ്ഞിട്ടുണ്ടാവും, ഈ റൂൾസിൽ ബേസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന ഇൻപുട്ട് കൊടുത്താൽ ഇന്ന റിസൾട്ടാണ് വരിക എന്നുള്ളത് ഈ റൂൾ ബേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെ വീണ്ടും എന്ത് ചെയ്യും, ഡീഫസിഫയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ ഇപ്പോൾ ഫസി സെറ്റാണല്ലോ ഉണ്ടാവും. ഫസി സെറ്റിനെ സാധാരണ ഇൻപുട്ട് സെറ്റായിട്ട് ക്രിസ്പ് ഔട്ട്പുട്ട് സെറ്റായിട്ട് തിരിച്ചു കൊടുക്കും. എന്നുകൂടി പറയാം, സാധാരണ ഇൻപുട്ട് സെറ്റ് ഉണ്ടാവും. ആ ഇൻപുട്ട് സെറ്റിനെ എന്ത് ചെയ്യും, ഫസിഫയർ യൂസ് ചെയ്തിട്ട് ഫസി സെറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഫസി സെറ്റിനെ ഓൾറെഡി ഡിഫൈൻ ചെയ്ത ലോജിക് ഉണ്ടാവും, ഓരോ റൂൾസ് ഉണ്ടാവും. ഈ റൂൾസ് ഇന്ന ഇൻപുട്ട് വന്നാൽ എന്ത് ചെയ്യണം, ഇന്ന കോമ്പിനേഷൻ വന്നാൽ എന്ത് ചെയ്യണമെന്ന് ഓൾറെഡി റൂൾ ഉണ്ടാവും. ആ റൂൾ എന്ത് ചെയ്യും, ആ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഇൻപുട്ടിനും കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പോൾ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫസി ഔട്ട്പുട്ടാണ്. ഈ ഫസി ഔട്ട്പുട്ടിനെ ഡീഫസിഫയർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, സാധാരണ നമ്മൾ ആദ്യം കിട്ടിയ ഔട്ട്പുട്ട് മാതിരി കൺവേർട്ട് ചെയ്യും. ഇതാണ് ഫസി. ഇനി ജനറ്റിക് അൽഗോരിതംസ് ഓൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങളോട്. ജനറ്റിക് അൽഗോരിതം ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്കിപ്പോൾ ഡിഫറെൻറ്റ് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ, ഒരുപാട് ഔട്ട്പുട്ട് കറസ്പോണ്ടിങ് ഓരോ ഇത് കൊടുക്കുമ്പോഴും ഓരോ ഇൻപുട്ടിനനുസരിച്ച് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്. ഈ ഗ്രൂപ്പ് ഓഫ് എല്ലാത്തിനെയും കൂടി നമ്മൾ പറയുന്ന പേരിൻ്റെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് റിസൾട്ട്സ് എന്നല്ലേ. ഈ ഗ്രൂപ്പ് ഓഫ് റിസൾട്ട്സിന് നമ്മൾ നാച്ചുറൽ സെലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ജനറ്റിക്സിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് ആക്കുക എന്നുള്ളതാണ് ജനറ്റിക് അൽഗോരിതം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് പോപ്പുലേഷൻ ഇനിഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എല്ലാ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ടും അതിൽ എന്തെങ്കിലും പോപ്പുലേഷനിലുണ്ടാവും. പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഗ്രൂപ്പ് ഓഫ് റിസൾട്ട്സ് ആണ് കേട്ടോ. അതിന് എന്ത് ചെയ്യും, ഫിറ്റ്നസ് ഫംഗ്ഷൻ കാൽക്കുലേഷൻ ചെയ്യും, എന്നിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെക്കും, കറക്റ്റായിട്ട് വാല്യൂ കൊടുക്കും. അതായത് ഇതൊരു കാൽക്കുലേഷനാണ്. ഓരോ ഔട്ട്പുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ക്രോസ് ഓവർ മ്യൂട്ടേഷൻ ടെക്നിക്സ് അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യും, ചൂസ് ചെയ്തെടുക്കും. എന്നിട്ട് സർവൈവർ സെലക്ഷന് കൊടുക്കും. അത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അതായത് സർവൈവർ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഔട്ട്പുട്ട് എത്ര വരെ എന്ത് ചെയ്യും, ഈ ലൂപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത് വരെ ക്രോസ് ഓവർ മ്യൂട്ടേഷൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഏറ്റവും ബെസ്റ്റായിട്ട് റിസൾട്ട് ചൂസ് ചെയ്യും. ഇതാണ് നാച്ചുറൽ സെലക്ഷനും നമ്മുടെ ജനറ്റിക് അൽഗോരിതം. നാച്ചുറൽ സെലക്ഷൻ യൂസ് ചെയ്തിട്ട് കുറേ സെറ്റ് ഓഫ് ഔട്ട്പുട്ടിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഔട്ട്പുട്ട് ജനറ്റിക് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്രോസ് ഓവർ മ്യൂട്ടേഷൻ യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എടുക്കുക. അതാണ് ജനറ്റിക് അൽഗോരിതം. ഓക്കെ, ഈ ജനറ്റിക് അൽഗോരിതം വെച്ച് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് എടുക്കുക. ഈ ഇത്രയും ടെക്നിക്സാണ് ബേസിക്കലി ഉള്ളത്. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അൽഗോരിതംസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്കി. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് സോഫ്റ്റ് കമ്പ്യൂട്ടിങ് എന്താ നോക്കി. ഓരോ ഡിഫറെൻറ്റ് ടെക്നിക്സ്, ഹാർഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലം സോൾവിങ് മെത്തേഡ്സ് ഉണ്ട്. അതിനെന്താ പഠിച്ചു, സോഫ്റ്റ് ഹാർഡ്. സോഫ്റ്റ് എങ്ങനെ യൂസ് ചെയ്യുന്നത്, സോഫ്റ്റിൻ്റെ ഡെഫിനേഷൻ പഠിച്ചു, അപ്ലിക്കേഷൻസ് പഠിച്ചു. പിന്നെ ആപ്ലിക്കേഷൻ എന്താ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളോട്, ടാർഗറ്റ് സെലക്ഷൻ, OCR, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ റോബോട്ടിക്സ്, ഇതൊക്കെ ആപ്ലിക്കേഷനാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് എന്താ പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് സോഫ്റ്റ് കമ്പ്യൂട്ടിങ്ങിന് ഹ്യൂമൻ തിങ്കിങ് ആണ്, ഹ്യൂമൻ തിങ്കിങ്ങിന് എങ്ങനെ ഇത് ചെയ്യുക, ഓരോ ടെക്നിക്കും പഠിച്ചു. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഇനി രണ്ടാമത്തത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ഇത് നന്നായിട്ട് കേൾക്കുക, എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ.